സോണിയാഗാന്ധി പങ്ക് പറ്റിയോ ഇല്ലയോ എന്നുള്ളതല്ല തർക്കം. അടൂർ പ്രകാശ് പറഞ്ഞു, ഞാനൊരു സാധാരണക്കാരൻ എം പി ആണ്, പോറ്റി എന്നെ വിളിച്ചുകൊണ്ട് അവിടെ കയറ്റി. പ്രശ്നം എന്താണെന്നറിയോ? CPM-കാർ പോറ്റിയെ ശബരിമല കൊണ്ടുവന്നോ? ചോദ്യം ഇല്ല. തെളിഞ്ഞു കഴിഞ്ഞ സംഗതിയാണ്. നമ്പർ 1, 2004 പോറ്റി ശബരിമല വന്നത്. CPM-ന് ഉത്തരവാദിത്വം ഇല്ല. അന്നത്തെ മുഖ്യമന്ത്രി ആൻ്റണിയാണ്. അന്നത്തെ മന്ത്രി നിങ്ങളുടെ സംഘടനാ സെക്രട്ടറി വേണുഗോപാല, ദേവസ്വം മന്ത്രി. 2004 ഒന്ന് ശരിക്കും നോക്ക്. 2007 ശബരിമല ശ്രീകോവിലിനകത്ത് പോറ്റി കയറ്റി. CPM അല്ല, തന്ത്രിയാണ്. തന്ത്രിക്ക് അധികാരമുള്ളൂ, ദേവസ്വം ബോർഡ് നിയമിച്ചിട്ടില്ല. 3, 2014 കൊടിമര പ്രതിഷ്ഠയ്ക്ക് പോറ്റി പിടിക്കുന്ന ചിത്രം നിങ്ങളുടെ കയ്യിലുണ്ടോ? അതിൽ അജയ് തറയിലുണ്ടോ? അതുപോലെ തന്നെ അടൂർ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ടോ? എന്താ ഉത്തരം കോൺഗ്രസ്സിന്? അല്ല, പോറ്റിയെ ഞങ്ങൾ സ്പോൺസർ പോറ്റി ആക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് കൊടിമര പ്രതിഷ്ഠയിൽ അവിടെ വന്നത്? ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറേ, ഞാനങ്ങോട്ട് തെളിവ് തരാം കേട്ടോ. ആ കൊടിമര പ്രതിഷ്ഠയുടെ അഴിമതി അവസാനം കൊള്ള മുതൽ പങ്കുവെക്കുന്നതിന് തർക്കം വന്ന് മെർക്കുറി ഒഴിച്ചവിടെ. കൊടിമരത്തെ മെർക്കുറി ഒഴിച്ചു കോൺഗ്രസ് ഭരിക്കുമ്പോൾ. കോൺഗ്രസിൻ്റെ ബോർഡ് ഇരിക്കുമ്പോൾ കൊടിമരത്തിൽ മെർക്കുറി ഒഴിച്ചു. ഒരു വേദന ഉണ്ടായില്ലല്ലോ. ശബരിമല അയ്യപ്പൻ്റെ കൊടിമരത്തിൽ, സ്വർണ്ണ കൊടിമരത്തിൽ മെർക്കുറി ഒഴിച്ച് വികൃതമാക്കിയിട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ വേദനിച്ചോ? ഞങ്ങളൊന്നും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചില്ല.